ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് പോകുന്നത്. എവിടെ? ഇവിടെ ഒന്നും അല്ല, അങ്ങ് ദൂരെ മലേഷ്യയിൽ ഈ കൊല്ലത്തിലാണോ പോണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഈ കൊല്ലത്തിൽ പോകും. അങ്ങനെ ഞങ്ങളുടെ ഹണിമൂണ് കഴിഞ്ഞിട്ട്, അല്ല ഹണിമൂൺ നടന്നുകൊണ്ടിരിക്കുന്നില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഹണിമൂണ് പോയില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങൾക്കൊന്ന് ഹണിമൂണ് പോവാന്നുള്ളത്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ആദ്യത്തെ ഹണിമൂൺ എന്നാൽ പിന്നെ കുറച്ച് ഹൈ ക്ലാസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ വിടുന്നു അങ്ങ് മലേഷ്യക്ക്. അപ്പൊ ഞങ്ങളുടെ ഹണിമൂൺ യാത്ര. പക്ഷേ ഈ യാത്ര തുടങ്ങുമ്പം ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. കട്ടി ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹാൻഡ് ബാഗ്, പിന്നെ ഒരു ലഗേജ് ബാഗ്, അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. എനിക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പം അതും കൂടെ തീർത്തിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകും. എൻ്റെ വീട്ടിൽ പോകണം, അതിനുശേഷം എയർപോർട്ടിൽ പോകും. എൻ്റെ ഹാൻഡ് ബാഗാണ്, കൊള്ളാവോ? ഹാൻഡ് ബാഗാണ്, കൊള്ളാവോ? ഇതിലും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ലഗേജ് ലിമിറ്റ് 7 കിലോയാണ്. ഇതിൽ തന്നെ 7 കിലോ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. ഇതാണ് എൻ്റെ പെട്ടി, ഇതാണ് ആദർശിന്റെ പെട്ടി. കണ്ട വലിപ്പ വ്യത്യാസം കണ്ട. ഇങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ മുറ്റത്ത് ഇന്നിങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിനകത്ത് കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഈ ട്രിപ്പ് ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് ഞാനും ആദർശം മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഹണിമൂൺ ഞങ്ങളിങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് അങ്ങനെ ഒരുമിച്ച് പോകും ഈ ഒരു സംഭവമായിരുന്നു. പക്ഷെ പിന്നീടാണ് അതൊക്കെ സത്യം നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ കൂട്ടുകാരന്മാരെന്ന് പറയുന്ന തെണ്ടികൾ അവർ ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്ത്, അല്ല ഞങ്ങളുടെ കൂടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്, അതേ പാക്കേജ് ബുക്ക് ചെയ്ത് അതേ ട്രിപ്പിന് വരുന്നത്. ഞങ്ങളെപ്പോലെ ഗതികെട്ട ആരുണ്ട്? എല്ലാരും നിൽക്കണ കണ്ട ഡസൻ ആൾക്കാരുമായിട്ടാണ് നമ്മൾ പോണത്. ഡാഡ, മമ്മ, വല്യമ്മ, പിന്നെ അജേഷേട്ടൻ. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഏത് യാത്ര പോയപ്പോഴും നമ്മളോട് അജേഷേട്ടനുണ്ട്. എവിടെ പോയാലും അജേഷേട്ടൻ ഇല്ല എന്നുള്ള പോവില്ല അല്ലെ. പക്ഷെ ഈ യാത്രയിൽ മാത്രം എല്ലാം സെറ്റായി കഴിയുമ്പോഴാണ് അജേഷേട്ടൻ പറഞ്ഞത് അജേഷേട്ടൻ പാസ്പോർട്ട് ഇല്ലെന്ന്. പാസ്പോർട്ട് എടുത്തിട്ട് വീട്ടുകാർ പണിക്ക് ഇറങ്ങി വിടും. അത് കാരണം അജേഷേട്ടനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞേക്കാണ് പോയിട്ട് വരുമ്പം ഇങ്ങനെ പാസ്പോർട്ട് അപ്ലൈ ചെയ്തിരിക്കണോ. വന്നത് കുറച്ച് നേരത്തെ 5 മണിക്കൂർ ഇതിനെ കയറാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പാപ്പത്തിൻ്റെ അങ്ങനെ നമ്മുടെ ചെക്കിന്റെ സമയമായതാ. എല്ലാരും നിരന്ന് നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മേനെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ ജോലിക്ക് പോകുന്ന നടക്കും. ഭയങ്കര സങ്കടം എല്ലാവർക്കും. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് എല്ലാവരും ഡെയിലി ഇല്ല മാസത്തിലൊരിക്കലെങ്കിലും ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ നമ്മൾ മാത്രം ഇങ്ങനെ ഞാനും ആദർശിങ്ങനെ. നീ പോയിട്ടുണ്ടോടാ? ഉണ്ടല്ലേ? എവിടെ പോയി? ഞാൻ അലഹബാദ്, ഭോപ്പാൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചി, ഇടയ്ക്കിടയ്ക്ക് തമ്പാനൂരൊക്കെ ഫ്ലൈറ്റിലുണ്ട്. കുറെ സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. കൊപ്ര, ലൈറ്റർ, ഇ സിഗരറ്റ്. കൊപ്ര ഉണ്ടാവാൻ പറ്റില്ല, തേങ്ങ വെച്ചേക്കല്ലേ. പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു വായിച്ച. നമ്മുടെ വണ്ടിയുടെ സമയം. ടാറ്റ പറ, ടാറ്റ. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന്. ഈ സ്ഥലത്തിന്റെ പേര് എന്താ? അങ്ങനെയല്ല, ഇങ്ങനെ വെയിറ്റിംഗ്, അതായത് ഇനി നമ്മൾ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിക്കുകയാണ്. എന്റെ പൗഡർ നമ്മുടെ എല്ലാവരുടെയും പൊട്ടി വന്ന്, ഇവന്റെ പൊട്ടി മാത്രം വന്നില്ല. അതിൽ മാരകമായ ഒരു വസ്തു അവര് കണ്ടുപിടിച്ച്. എന്തിരുന്ന് പറയടാ? പൗഡർ. ഏത് ബ്രാൻഡിന്റെ? മാരക രാസവസ്തു. ഞാൻ അവരുടെ പോലും പറയാതെ അടിച്ചോണ്ട് വന്നതാണ്. പൈസ ഇറങ്ങാൻ പഠിച്ചിട്ട് അത് അങ്ങനെ എറിഞ്ഞു കളയുന്ന
അതല്ല രസം എന്താണെന്ന് അറിയാമോ, ആദർശില്ലേ ഇവിടെ മലേഷ്യ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു ടിൻ പൗഡർ മൊത്തം വാങ്ങിച്ചു വെച്ചിരുന്നു. അത് ഇന്ന് കണ്ടില്ല. അത് ആരെടുത്തോണ്ട് പോയെന്ന് ഭയങ്കര ബഹളമായിരുന്നു. കൊണ്ടുവന്നിരുന്നെങ്കിൽ അവനെ കൂടെ പിടിച്ച് എറിയുന്നത്. അയ്യോ അതിനിടയില് ഒരു സെർബിയക്കാര് സിറിയക്കാര് വന്നിട്ട് അൻഫലിന്റെ അടുത്ത് ഇത് കണ്ട ടെർമിനേറ്റർ പോലെ ഇസ്രയേല് പിന്നെ റോബോട്ട് ഇറങ്ങിയത് യുദ്ധത്തില് തിരിച്ചങ്ങോട്ടേക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ഇത് രണ്ട് അടുത്തടുത്തുള്ള രാജ്യമാണെന്ന് തോന്നുന്നത്. ഇരിക്കാനാണ് നോക്കുന്നത് രാത്രിയാകുമ്പോഴത്തേക്ക്. പോയി അല്ലെങ്കിൽ ആദർശം വന്നിട്ട് ഇത് ആരെന്ത് രാമൻ നായര് നടക്കാറിയില്ല എയർപോർട്ടിനകത്ത്. ആദർശേ ഇവള് നടക്കാൻ വിളിച്ചു. ഇവള് നൈസ നടന്നിട്ട് ഇവിടെ അങ്ങ് ഇരുന്ന് കളയും. അവ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചങ്ങ് പോവുകയാണ്. മുഖത്ത് അവിടുത്തെ ബിയറുണ്ടല്ലോ അവിടെ പോയി നിൽക്കുന്നുണ്ട് കുറച്ചു നേരം. എന്നെ ചമ്മീട്ട് ഇങ്ങോട്ട് വരാതിരിക്കണം. അങ്ങോട്ട് പോയി. ഇതാണ് മറ്റേ കണ്ടുകൊണ്ടേ മമ്മൂട്ടി ഞൊണ്ടിയുള്ളത്. ഇവന്റെ കാല് ഇന്നലെ എവിടെ വീണ് ഇച്ചിന്റെ വീട്ടിൽ വെച്ച് മടങ്ങിയത് കാല് മടങ്ങിയതാണ്. അവൻ ഒരിടത്ത് കണ്ട ഇപ്പോഴും അവൻ ഇരിക്കുന്നില്ല. ഒരിടത്ത് ഇരിക്കാതെ ഇങ്ങനെ നടന്നിടന്ന് അവൻ കാല് മടങ്ങിയവൻ. തകരാറ് പറ്റിയ സാറ്റലൈറ്റ് പോലെ എന്തെല്ലാം കണ്ടുകൊണ്ടല്ലോ മമ്മൂട്ടി ഞൊണ്ടിയാണ് നടന്നത്. അവിടെ തിരിയുമ്പോ ഇങ്ങനെ തിരിഞ്ഞിട്ട് നടന്നു കാണിക്കുന്നത് ഒന്നുകൂടെ നടന്നു കാണിച്ചേട്ടാ. ശരിയായി അങ്ങനെയൊക്കെ നടന്നുപോയി. ഒരു കുട്ടി വെള്ളത്തിന് പാമ്പ് അടിക്കാനായിട്ട് ഇനി ഒന്നും നല്ല പുഴയുടെ മണം ഒരു പുഴയ്ക്ക് അവിടെ ഇവിടെ ഒന്നും പോണ നീ പോയാണ് നീ ഒരു പുഴയ്ക്കുന്നതാ. അവന്മാരെ പിടിച്ചില്ലേ മാരകമായ ഗ്യാസ് ഒന്നും പറഞ്ഞോണ്ട്. അവന്റെ പോളേക്ക് പ്രശ്നമില്ല. ഇതാണ് ഞാൻ അവിടെ വേറെ മലേഷ്യയിൽ പോള ഉണ്ടോ? മലേഷ്യ പാവം ഒറ്റയ്ക്ക് നടന്ന് വൃത്തിയാക്കണം. ഇത്രയും അടുത്ത് നിൽക്കണം ഈ പ്ലേറ്റ്. പിന്നെ നമ്മൾ തന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ല ദൂരമുണ്ട്. പക്ഷെ ഏറ്റവും സീൻ എമിറേറ്റ്സ് ഈ ചിറകിന്റെ അത്രയേ ഉള്ളൂ ഈ പ്ലെയിൻ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സിംഹവാലൻ കുരങ്ങിന്റെ പ്രത്യേക സാദൃശ്യമുള്ള രൂപമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. പോകുമ്പോൾ പല സാഹചര്യങ്ങളിലും ഇതുപോലുള്ള മൃഗത്തെ കാണാൻ സാധിക്കും. പ്രത്യേകത എന്തെന്നാൽ ബുക്ക് വായിക്കുന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതും കണ്ണാടി മാറ്റുന്നതുമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഭാവവികാസങ്ങളിടും. എന്നാൽ തൊട്ടുപുറകെ വരുന്ന നാടൻ കുരങ്ങിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ രസകരമായിട്ടുള്ള കുസൃതികൾ കാണിച്ച് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാറാണ് പതിവ്. നേരെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പ്ലെയിനിലോട്ട് കയറാൻ വേണ്ടി പോകണം. എത്രയോ സമയം ഡിലേ ആണ്. ഇത്ര 12 മണിക്ക് പോകുന്ന ട്രെയിൻ പ്ലെയിൻ. ഈ മണി എത്രയായി ഇപ്പോ? മണി എത്രയായി? സമയം 12:40. 12:40. ഇത്രയും നേരം നമ്മളോട് പിടിച്ചിട്ട് ഇറങ്ങി ചത്ത് കയറാൻ പോകും. അങ്ങനെ നമ്മള് പ്ലെയിനിൽ കയറി. പ്ലെയിൻ സൂപ്പർ. ബസ്സിന്റെ വലുത് അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ സീറ്റാണ് കിട്ടിയത്. ഞാൻ 80S ആദർശിന് 80C. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേനും ഞാനിരിക്കുന്ന സീറ്റിൽ 2 ചേട്ടന്മാരും ഇങ്ങറ്റത്ത് ഞാനും. ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ബാക്കിൽ സീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ബുക്ക് ചെയ്തിട്ട് നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന് ബുക്ക് ചെയ്തിട്ട് സീറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കിട്ടി. പിന്നെ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തില്ല. പതുക്കെ ദാ പോണേ. ചന്ദ്രശേഖര ലൈറ്റ് ഒക്കെ ഓഫാക്കി ഫ്ലൈറ്റ് എടുത്തിട്ട് ഓണാക്കിയതേ ഉള്ളൂ. അട്ടാർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഞാൻ വിളിച്ചുപോയി. ഇതിങ്ങനെ പൊക്കിയപ്പോഴത്തേനും ഞാൻ എന്റെ മനസ്സിൽ തന്നെ മറ്റേ നമ്മളീ വണ്ടർലയിൽ മറ്റേ റിക്കോയിലൊക്കെ കയറുമ്പോഴത്തേനും ഒരു ആന്തല് വരൂലേ, ആ സാധനം ഒന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, അതിന്റെ ഒരു ഇച്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. മണ്ടന്മാര് ഓരോ ഫ്ലൈറ്റിൽ ഓരോ സാധനമായിട്ട് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. കോഫി ഭയങ്കര കടുപ്പം. 5 സാഷ ഇട്ടിട്ടും കയ്പ് മാറുന്നില്ല. പിന്നെ കൊറേ
ബാക്കിയുള്ള ഷുഗറും കൂടെ എടുത്ത് തന്നവര് എല്ലാം എടുത്തോളെ ടേക്ക് ഓളന്ന് അങ്ങനെ കുറെ കൂടെ തന്നു. പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചു. സാധനം ഇത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എരിവും പുളിയൊന്നുമില്ല. ജസ്റ്റ് ഒരു സീ ഫുഡ് ഫ്ലേവർ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കൊഞ്ചും പിന്നെ കുറച്ച് അല്ലാതെ എന്തോ ഒരു സാധനം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം. ഞങ്ങളുടെ അടുത്ത സാധനം ഇതെല്ലാം കൂടെ 2500 രൂപയായി. ഓരോന്നായിട്ട് ഓരോ വട്ടായിട്ട് കാണിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ. അത് കൊള്ളായിരിക്കും അല്ലേ? അത് മാത്രം ഇതുണ്ട്. കൊള്ളാമോ? ഞാൻ ഒരു കാര്യം ചിക്കട്ട, ഇങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ദോശ സാമ്പാറൊക്കെ പ്രതീക്ഷിച്ച് വന്നിരുന്ന് ഇത് ഇന്ത്യ വിട്ടു പോകാൻ പറ്റൂല, കേരളം വിട്ടു പോകാൻ പറ്റൂല. മതിയായി. മലേഷ്യൻ ട്രിപ്പ് ഇവിടെ നിന്ന് അടുത്ത് ആദർശില്. അങ്ങനെ കോലാലംപൂർ മലേഷ്യയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. അടിപൊളി ജേർണിയാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫൈനലി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പാർട്ട് ഓഫ് മൈ ലൈഫ് മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു 4 days ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാനേ നിവർത്തിയുള്ളൂ. സോ കീപ് വാച്ചിങ് ഫോർ പാർട്ട് 2. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.